हाय गाइस, आपको स्वागत है मेरा नए वीडियो पे. ഹിന്ദി കണ്ട് പേടിക്കണ്ട. ഹിന്ദി രാഷ്ട്രഭാഷയായതുകൊണ്ട് ഞാൻ വെറുതെ തുടക്കത്തിൽ കുറച്ച് ഹിന്ദി പഠിക്കാമെന്ന് വെച്ചു. ഉള്ളി തുടക്കം കേട്ടോ, ഇനി ഹിന്ദി ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടാണ്. ലൈക്ക് ഹീസ് വൺ ഓഫ് ദ യങ്ങസ്റ്റ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ഫ്രം കേരള. ആളാരാണ് എന്ന് ഞാനിപ്പം ആളെ വിളിക്കാൻ പോവാണ് റെയിൽവേ സ്റ്റേഷനിൽ. സോ അപ്പോൾ വിളിക്കാൻ പോകുമ്പോൾ ആളെ കാണിച്ചു തരാം. ഇന്നത്തെ വർക്കൗട്ട് ഓൻ്റെ കൂടെ ആയിരിക്കും. ഓനെ നമുക്ക് വിളിച്ചിട്ട് വരാം. ഇവിടെ ഭയങ്കര ചൂടാണ് മോനെ, ഒരു രക്ഷയില്ല മോനെ, ചൂട് വിയർത്ത് കുളിക്കുകയാണ്. ഞാൻ സൺസ്ക്രീനൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ കുറച്ച് സ്കിൻ കെയർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സൺസ്ക്രീൻ. പിന്നെ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇനിയിപ്പം വെയിലൊക്കെ അല്ലേ, പോയി അവനെ വിളിച്ചിട്ട് വരാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ബാക്കി പരിപാടികൾ അവിടെ. മലപ്പുറം അല്ലേ? മലപ്പുറം മഞ്ചേരി. ഞാൻ ഈ കോഴിക്കോട് തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞു. ക്ഷമിക്കണം ഗൈസ്, കോഴിക്കോടല്ല മലപ്പുറമാണ്. മലപ്പുറം മഞ്ചേരി. എന്തായി പുതിയ ആളാ? അമ്മണി എവിടെ? അവള് കുഞ്ഞാളുണ്ടാ? അയ്യോ അയ്യോ അയ്യോ. വേണ്ട വേണ്ട, വയലൻസ് വേണ്ട. നമ്മുടെ ആളാ, വിട്ടേക്ക്. നമ്മ ഇത് അലി. അവിടെ ഡെക്കാത്തലോണിന്റെ കോമ്പറ്റീഷന് ഇവൻ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു, പക്ഷെ അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടുപ്പിക്കണില്ല. കോഴിക്കോട് സ്പെഷ്യൽ, കോഴിക്കോട് മലപ്പുറം സ്പെഷ്യൽ എന്തോ കൊണ്ടുണ്ട്, കഴിച്ചു നോക്കാം. ഞാൻ എന്റെ വീഡിയോയിൽ മാത്രമേ കാണാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ല നീ. ഗുഡ് ഗൈസ്. കേരളത്തിലെ ഒട്ടനവധി ആൾക്കാർ ഇവിടുത്തെ മുട്ട കഴിച്ച് ഇനി ഒരു കൂടെ കോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും പെറുക്കിന്ന് പറഞ്ഞ പോലെ നമ്മള് ഒരു കേരള ടൈറ്റിൽ അടിച്ച്, ഇനി കേരളം വേണ്ട. കോമ്പറ്റീഷൻ അടിപൊളി. ഡെക്കാത്തലോൺ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും അത്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, നമ്മളാരെയും കാണില്ലല്ലോ. എന്തേ നമ്മുടെ ആലപ്പുഴ ഫുഡൊക്കെ ഇഷ്ടമായാ? എല്ലാം ഞാൻ അമ്മ മാരിനേറ്റ് ചെയ്യും. നമ്മൾ എയർ ഫ്രയർ. അമ്മയാണ് മെയിൻ കുക്ക്. അമ്മയാണ് നമ്മളെ ഭയങ്കര ഹെൽപ്പിംഗ് പരിപാടി. അങ്ങനെ ഇഷ്ടമാടാ ഫുഡ്? വളരെ മിനിമൽ സാധനമുള്ളൂ. ചിക്കന്, കുറച്ച് മുട്ട, റൈസ്, യോഗട്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ. എങ്ങനെയുണ്ട്? സാമ്പാർ ഉഷാറല്ലേ? സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ വിളിക്കാൻ പോയ മുതലി എത്തി. അപ്പോൾ നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് ജിമ്മിൽ പോയി പറയാം. ഇന്ന് എന്തായാലും സ്പെഷ്യൽ വർക്കൗട്ട് ആയിരിക്കും. ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്കിങ്ങനെ ഓരോരുത്തരുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പല ആൾക്കാരും എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്. നല്ല വെയിലുണ്ട്, നമുക്ക് കുറച്ച് വെയിലത്ത് നിന്ന് മാറി തണുത്ത് സംസാരിക്കാം. സോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് വേറെ ആരെൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വന്നാലും, ഇപ്പം നമ്മുടെ ജിമ്മിലെ ഏത് ആൾക്കാരാണെങ്കിലും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു മൂടാണ്. നമ്മൾ ഇത്തിരിയുടെ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ആയി. അതെ, നമ്മൾ 5 പേരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നീ അടുത്തവണ നീ മിസ് ചെയ്ത് 2 വ്ലോഗ്, 2 സെറ്റ്, അടുത്ത സെറ്റിൽ നീ വരണം. അപ്പോൾ എന്തായാലും സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് അലി റോക്സിനെ നമ്മൾ ആലപ്പുഴയിലേക്ക് ചാത്തന്മാർ ഇവനെ കൊണ്ടുവന്നു എന്നോണം പറയാൻ. സോ അപ്പം വി ആർ ഗോയിങ് ഫോർ ദ വർക്കൗട്ട്. സോ അപ്പോൾ ബാക്കി ജിമ്മിൽ നിന്നിട്ടാണ്. യെസ് ഗൈസ്, നമ്മളപ്പോൾ ഇതേ ജിമ്മിലെത്തി. നമുക്ക് എന്നും വാങ്ങിക്കുന്ന പോലെ ഒരു 2 ലിറ്റർ തണുത്തോളം വാങ്ങിക്കാം. എൻ്റെ കയ്യിൽ തണുത്തോളം ഉണ്ട്, എന്നാലും ഇവിടെ കൂട്ടാ ഒരു 2 ലിറ്ററിൻ്റെ തണുത്തോളം വാങ്ങിക്കാം. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അലി റോക്സ് ഇസ് ഹിയർ. അപ്പോൾ ഹലോ ഗൈസ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഒരു ആംസ് ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. ആംസ് അല്ലേ? യെസ്. അപ്പം ഇവൻ്റെ ഫേവറേറ്റ് വർക്കൗട്ട് ആംസ് ആണ്. ലൈക്ക് ഡോമിനൻറ്റ് സൈഡ് ആംസ് ആയതുകൊണ്ട്, എൻ്റെ വീക്കസ്റ്റ് സൈഡ് ആംസ് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ആംസ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ആംസ് ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം. അപ്പം എത്രമാത്രം ഒന്നും ഇവൻ്റെ അത്രയും പിടിച്ചിരിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അങ്ങനെ വേണമല്ലോ. നമ്മൾ ഇത്തിരി കൂടെ
സ്കില്ലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേണമല്ലോ നമ്മള് പഠിച്ചെടുക്കാൻ. ഇവന്റെ ഹാക്സ് ഒക്കെ എനിക്ക് പഠിച്ചെടുക്കണം. എനിക്ക് ബാക്കും അതെ, എന്നിട്ട് വേണം ഇവനെക്കാട്ടിലും വലിയ ബൈസെപ്സും ട്രൈസെപ്സ് ഒക്കെ ആയിട്ട് എനിക്ക് പോയി സ്റ്റേജ് ചെയ്യിക്കാൻ. അപ്പൊ നമുക്കൊരു സ്കൂപ്പ് പ്രീ എടുക്കാം. ഞാൻ ഓൾറെഡി മീലെടുത്ത്. അപ്പം ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞ പോലെ ചൂട് ഭയങ്കരമാണ്. അപ്പം വർക്കൗട്ട് ചെയ്യാൻ ഒത്തിരി കൂടെ എനർജി വേണം. അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു സ്കൂപ്പ് വ്രാത്തക്സ് മസിൽ ബ്ലേസ് ആസ് യൂഷ്വൽ. ഇവൻ ഓൾറെഡി ഡൈനമൈറ്റിന്റെ അടുത്ത്. നമുക്കിവിടെ ഡൈനമൈറ്റ് ഒന്നും വർത്തക്സ് ഒന്നുമില്ല. നമ്മുടെ മറ്റേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാവർക്കും. ഓറഞ്ച് ലെമൺ. അപ്പോ പ്രീ ടു ഗോയിങ് സ്ട്രേറ്റ് ടു ദ വർക്ക്ഔട്ട്. ആംസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബ്രീഫ് കൊടുക്കാം. സോ ട്രൈസെപ്സ് മെയിനായിട്ട് ലോങ് ഹെഡ് ഫോക്കസ് ചെയ്യണം. സോ അതിന് നമ്മൾ എന്തായാലും ഓവർ ഹെഡ് ആക്കാനുള്ളൊരു മൂവ്മെന്റ് ചെയ്യും. പിന്നെ ഒരു പുഷ് ഡൗൺ ചെയ്യണം. രണ്ടും ശരിക്കും മതി. പിന്നെ പുഷ് ഡൗൺ കൊടുത്ത സൂപ്പർ സെറ്റ് ആയിട്ട് നമുക്ക് ഡിപ്സും അടിച്ചാണ്ട് ട്രൈസെപ്സ് ഫിനിഷ് ചെയ്യാം. പിന്നെ ബൈസെപ്സ് നമുക്ക് ഒന്ന് ഈ മൊമെന്റ്, ഒന്ന് ഹാമറിന്റെ മൊമെന്റ്, പിന്നെ ലാസ്റ്റിക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്പൈഡറോ അങ്ങനെ ഒന്നും കൊടുക്കും. അങ്ങനെ ആദ്യം സ്പൈഡർ തരാം. പെട്ടെന്ന് കിട്ടും. അപ്പൊ ഗൈസ്, നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ നാളെ ഞാൻ പല്ല് തേക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അലി റോക്സിന്റെ ബൈസെപ്സ് വർക്കൗട്ടിലേക്ക് പോവാണ്. എങ്ങനെ അങ്ങനെ തേപ്പിക്കോ? ലെറ്റ്സ് ഗോ ഗൈസ്. ഇല്ല, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ വർക്കൗട്ടിന് മുമ്പേ ജസ്റ്റ് റാൻഡം റൊട്ടേഷൻസ് ആൻഡ് സ്ട്രെച്ചിങ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം ബിഗിനർ ആയാലും ഇന്റർമീഡിയറ്റ് ആയാലും ഭയങ്കര പ്രോ ലീഗ് പ്ലെയർ ആണെങ്കിലും സ്ട്രെച്ചിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ബിഫോർ ദ വർക്ക്ഔട്ട്. അല്ലെങ്കിൽ ഇഞ്ചുറി വരും, ഷുവറാണ്. നമ്മൾ അറിയില്ല, പിന്നീട് ആയിക്കാരം അത് മനസ്സിലാവാം. അതെ, എല്ലാവർക്കും ഞാൻ മറ്റേ തലേപ്പല്ലി ചിലക്കണ പോലെ പറഞ്ഞു തരുന്നില്ലേ, ഇനിയെങ്കിലും സ്ട്രെച്ച് ചെയ്തിട്ട് വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു അവൻ. നമുക്ക് ഫസ്റ്റ് ട്രൈസെപ്സ് ചെയ്ത് തുടങ്ങാം. ഞാനും ആംസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ട്രൈസെപ്സ് ആണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ നമുക്ക് ഏത് മസിലാണോ കൂടുതൽ എൻഗേജ് ആക്കാൻ താല്പര്യമുള്ളത് അതാണ് നമ്മൾ ആദ്യം ചെയ്യണം. ബൈസെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൈസെപ്സ് ചെയ്യാനായിട്ട് അവസാനം ചെയ്ത മസിൽ ഫെറ്റീഗ് ആവും. സോ അപ്പം ഞാൻ ട്രൈസെപ്സ് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഐ ഓൾവേസ് ഗോ ടു ട്രൈസെപ്സ് ഫസ്റ്റ്. സോ അപ്പോൾ നമുക്ക് ട്രൈസെപ്സിന് ഓവർ ഹെഡ് മൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് വാമപ്പ് ചെയ്യണം. വാമപ്പ് എല്ലായിടത്തും പറയുന്ന പോലെ എല്ലാ സെറ്റിനും വർക്കിംഗ് സെറ്റിനും മുമ്പേ ഒരു വാമപ്പ് സെറ്റ് ചെയ്തിട്ട് നൈസായിട്ട് അതൊന്ന് പമ്പ് ചെയ്യുക. അതുകൊണ്ട് മാത്രം വർക്കൗട്ടിന് പോകും. ഇത്രയും പാർട്ട് എന്താടാ അത് ബാക്കാണ് കണ്ടോ, ആ ലോങ് ഹെഡ് അല്ല. അപ്പോൾ കൂടുതൽ പേരും ആംസിന് സൈസ് പറഞ്ഞാല് ഇതാണ് വിചാരിക്കും ട്രൈസെപ്സ് ആണ് ഗൈസ്. പക്ഷേ ഞാൻ എന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് ഞാനിപ്പോ വേറെ ആംഗിൾ കാണിച്ചുതരാം. കണ്ടാ, ഇത് കണ്ടാ മനസ്സിലാവും. ഇത്രക്കും ട്രൈസെപ്സും ബൈസെപ്സും വളരെ സ്മോൾ ആയുള്ളൂ. സോ we need to focus on this rather than this. Do this instead of this. ഫസ്റ്റ് മൂവ്മെന്റ് ചെയ്യാൻ പോകുന്നത് നമ്മള് ലോങ് ഹെഡ് ഫോക്കസ് ആയിട്ട് തന്നെയാണ്. ബട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ടിന് കൊടുക്കുക. ഓക്കെ, ചിലവർ ഇങ്ങനെ ചെയ്യണവരുണ്ട്. പക്ഷെ ഇങ്ങനെ ചിലപ്പോൾ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടിക്കോളുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ടായോ. അപ്പോ ഈ ഒരു ബട്ട് ഇവിടെ കൊടുത്തിട്ട് എന്നിട്ട് ഫ്രണ്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, ദെൻ നൈസ് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, നല്ലതാണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സ്ട്രൈറ്റ്, ബാക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക. നൈസ്, cool. 3 8 9 10 see. ഓക്കെ, ഇവിടെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, അതുപോലെ ജസ്റ്റ് ഒന്ന് ബാക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. കേട്ടോ, അത് സ്ട്രെച്ച് കിട്ടും. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഒന്ന് സ്ക്വീസ് ചെയ്യുക. സ്ട്രെച്ച്, ആ സ്ട്രെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി ദാറ്റ് സ്ട്രെച്ച്. ആ സ്ട്രെച്ചിൻ്റെ പൊസിഷനാണ് മാക്സിമം ആ ഒരു ടെൻഷൻ കൊടുക്കേണ്ടി വരും. നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് ആ സ്ട്രെച്ചിൻ്റെ ആ പൊസിഷനിൽ ആ ഒരു ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ദിസ് ഈസ് ഗുഡ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മുമ്പോട്ട് ലീൻ ചെയ്തിട്ടാണ്. അപ്പം കുറച്ച് ബോഡി സ്റ്റെബിലിറ്റി കുറച്ച് വർഷം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഫുൾ ഫോക്കസ് ട്രൈസെപ്സിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കണ സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ തിരിച്ച് വലിയ ലോഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മെല്ലെ വെക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഞാൻ മറ്റേത് ഇങ്ങനെ ഇവിടെ പോകും. ഞാൻ ആ
അങ്ങനെ പോകും. ഇതാണെങ്കിൽ Reflex action. ഇതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്താൽ മതി, ഇപ്പൊ ഇവിടുന്ന് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എല്ലാം ബാക്ക് കൊണ്ട് ഇങ്ങനെ വെച്ചാൽ സിമ്പിൾ. Let's go. I hope I can do this. 50. I hope I also can do. Yeah. Pota. 1. Nice. 2. Easy. 3. 5. 4. 3. Okay. നമ്മൾ നമ്മുടെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റിലേക്ക് പോവാണ്. 50 ആണ് മാക്സിമം. എൻ്റെ ഫോം പിടിച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് അവിടെ നിന്നിട്ട് ഓക്കെ അവിടെ നിന്ന് പോട്ടെ. ഓക്കെ സ്ട്രെച്ച് 1 സ്ട്രെച്ച് 2 സ്ട്രെച്ച് 3 സ്ട്രെച്ച് 9 2 partial. No. Yeah. No. Two more. Last one. Yeah. Okay. Slow. That was killer. കിട്ടി. മേലേക്ക് കിട്ടി. ഞാൻ കുറച്ച് മുന്നേ ഫോളോ ചെയ്ത ആളുണ്ട്, മൈക്ക് മെൻസർ. ഓക്കെ, സോ മൈക്ക് മെൻസറിന്റെ ഒരു ഫിലോസഫി എന്താ വെച്ചാൽ 1 set till failure. ഓക്കെ, ഒറ്റ സെറ്റ് ടിൽ ഫെയിലിയർ. അത് നമുക്ക് ആ ഒരു പ്രോപ്പറായി ചെയ്യണമെങ്കിൽ ഓക്കെ ആ ഒരു 1 set കൊണ്ട് നമുക്ക് ആ ഒരു മസിലിന് കിട്ടുന്ന ആ ഒരു സ്റ്റിമുലസ് കിട്ടും. പിന്നെ പ്രോപ്പർ റെസ്റ്റും റിക്കവറിയും അതുപോലെ ന്യൂട്രീഷനും ഓൺ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഗ്രോത്ത് സംഭവിക്കും. പുള്ളിയാണ് അർണോൾഡിനെ കുറ്റപ്പെടുന്നത്. അർണോൾഡ് ആവശ്യമില്ല, അത്രയൊന്നും വേണ്ടെന്ന് പുള്ളി പറയണം. പുള്ളി പറഞ്ഞ ആഴ്ചയിൽ ഒരു മസിലിനെ ട്രെയിൻ ചെയ്യുക, കൊല്ലുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. സോ ആ ഒരു മെത്തേഡ് ഞാൻ കറക്റ്റ് പ്രോപ്പറായി ഫോളോ ചെയ്തി അബ്രോഡ് ആയപ്പോൾ. ഞാനിപ്പോൾ അതാ ഫോളോ ചെയ്യണേ. കഴിഞ്ഞ ഒരു 4 ആഴ്ചയായിട്ട് എൻ്റെ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ റുട്ടീൻ അതാണ്. ആഴ്ചയിൽ ഒരു മസിൽ, നല്ല ഉറക്കം, പ്രോപ്പർ ന്യൂട്രീഷൻ, കറക്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക്, എല്ലാം ഓൺ പോയിന്റ്. ബൾക്കിംഗ് ആകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. കാരണം ഇല്ല എനർജി വെച്ചാൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ആ ഒരു ഗ്രോത്തിനുള്ള ആ ഒരു സ്റ്റിമുലസ് കൊടുക്കാൻ കഴിയണം. കാരണം നമുക്ക് കാലറി കൂടുതലുള്ള സമയത്ത് സംഭവങ്ങൾ കൂടുതൽ പുഷ് ചെയ്യാനും പറ്റും. കട്ടിങ് ടൈമിലാകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ അത്രയ്ക്ക് കാർബ് ഉണ്ടാകത്തില്ല, എനർജി കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം കുറച്ചുകൂടെ മാറ്റണം, ഫ്രീക്വൻസി ഒന്ന് കൂട്ടി കൊടുക്കണം. അതായത് കിട്ടുന്ന സ്റ്റിമുലസ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും മസിൽസിന് ആ ഒരു ലെവൽക്ക് നിൽക്കണമെങ്കിൽ. കാരണം ഞാൻ ആ ഒരു വീക്ക്ലി 3 days ഒക്കെ വെച്ചാണ്ട് കട്ടിങ് ടൈമിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് ലോസ് ഉണ്ടായിരിക്കണം. ഒരു കാരണം അത്, പിന്നെ വേറെ കുറച്ച് കാരണം ഉണ്ടായിരുന്നു. കാരണം അബ്രോഡ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് ഡയറ്റ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഒന്ന് കുറവായി. അതിനും കാരണം ഈ മൈക്ക് മെൻസർ തന്നെയാണ്. ഓൻ പറഞ്ഞ ഈ പ്രോട്ടീൻ നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. പക്ഷെ കട്ടിങ് ടൈം ആകുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് ആവശ്യം നല്ല രീതിക്ക് വേണം, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും, ഷുവറാണ്. അല്ല ഇപ്പൊ ഞാൻ ബേസിക്കലി നോക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബൾക്കിംഗ് ടൈമിന് നീ ലിഫ്റ്റ് ചെയ്യുന്ന അതേ വെയിറ്റ് തന്നെ കട്ടിംഗ് ടൈമിന് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ആവും, അതുപോലെ എല്ലാ മസിൽസും. നമ്മുടെ മൈൻഡിലാണ് കളി ഇരിക്കണം. നമ്മളിപ്പം നീ വിചാരിക്കുകയാണ് നീ ബൾക്കിങ്ങിലാണ്, അപ്പൊ നിനക്ക് നല്ല എനർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുഷ് ചെയ്യും. പക്ഷെ കട്ടിംഗ് ടൈമിൽ നമ്മുടെ നേരെ തലയിലേക്ക് വരുമ്പോഴത്തേക്കും കട്ടിംഗ് ആണ്, കാലറി കുറവാണ്, എനിക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന സാധനം പറ്റും എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യുക. കാരണം എല്ലാം നമ്മുടെ മൈൻഡ് മസിൽ കണക്ഷൻ ആണ്. ഇവിടുന്ന് പാസ് ചെയ്യുന്ന വേവ്സ് ആണ് നമ്മുടെ കയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ വന്നിട്ട് നമ്മളെ പുഷ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇവിടുത്തെ ഒരു പ്രോസസ്സ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ബെറ്റർ ആവും. മൈൻഡ് സെറ്റ് നമ്മൾ മൈൻഡ് വെച്ചിട്ട് വെച്ചേക്കാണ് അത് പറ്റത്തില്ലല്ലോ, ഡയറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഡയറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മള് എന്ന് നീ കടം വാങ്ങിച്ച് സാധനങ്ങൾ ചെയ്യുന്നോ, റിസ്ക് എന്നെടുക്കുന്നോ അന്നേ നീ ലൈഫിൽ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ സേഫ് സോണിൽ കിടന്നിട്ട് കാല് നനയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കൊണ്ട് തന്നെ പൊക്കിയെടുത്ത് അപ്പുറത്ത് നിർത്തട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് കാല് നനഞ്ഞും കൈ നനഞ്ഞും മീൻ പിടിക്കാൻ പറ്റുന്നവന്മാര് മാത്രം ഈ പണിക്കല്ല എല്ലാ പണിക്കും ഇറങ്ങിയാൽ മതി. സോപ്പ കുറച്ച് കൈയും കാലൊക്കെ നനയും, ചേറ് പറ്റും, ചെളി പറ്റും, തലയും കുത്തി വീഴും. പക്ഷെ അപ്പോഴൊക്കെ എഴുന്നേറ്റ് നിന്ന് മറ്റേ പാട്ടിനകത്ത് പറയില്ലേ, നാപത്തും ദൂരത്തെ മുറിവ് നക്കി ഉണക്കി നീ പൊരുത് എന്ന് പറയുന്ന പോലെ നിനക്ക് പറ്റുന്നിടത്തോളം നീ നക്കി ഉണക്കി തന്നെ പൊരുതുക, എന്നാൽ മാത്രമേ പണി നടക്കത്തുള്ളൂ. സോ അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്തിട്ട് 8 to 12 reps പുഷ് ചെയ്യാം. യെസ്. അപ്പോൾ 10 kg കൂടണം, 50 ആകല്ലേ.
Boy. 1. Is it 2? Nice. 3. 7. Easy. 8. Super. 9. 10. Two more. Easy. 1. Last one. One more. Line support. Cool. Nice. Cool. നോക്കി കാണാത്ര കിട്ടും. Yes. Stretch. 1. Stretch. 2. Stretch. 3. 6. ഒരു ദിവസം ഒന്ന് ക്ലോസ് ആകാൻ പറ്റുമോ നോക്കാം. ഇവിടെ 7. Yes. 8. Come on. 9. 10. Last. Yes. Okay. 11. 8 to 12. അതാണ് എൻ്റെ തിയറി. നിനക്ക് എത്ര വെയിറ്റിൽ ഓടിയെന്നോ അതിൽ നിനക്ക് 8ന് മുകളിൽ റെപ്പ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ 8 റെപ്പിൽ നിനക്കത് ഫെയിലിയർ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വെയിറ്റ്. സോ അപ്പം ലോഡ് ചെയ്യുക മാക്സിമം. അപ്പോൾ നമ്മൾ 3-ാം സെറ്റ് ഡ്രോപ്പ് സെറ്റ്, ഇതിൽ എല്ലാ സെറ്റും ഫെയിലിയർ. ഇന്നിപ്പം 60ൽ ഫെയിലിയർ, 40ൽ ഫെയിലിയർ, 20ൽ ഫെയിലിയർ, 10ൽ ഫെയിലിയർ. അപ്പം എല്ലാത്തിലും ഫെയിലിയർ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത റെപ്പ് വേണ്ടെന്നല്ല, കൈ പൊങ്ങിയിട്ട് വേണ്ട അടുത്ത റെപ്പ് അടിക്കാൻ. സോ അപ്പം ലെറ്റ്സ് ഗോ ഫോർ ദ ഫെയിലിയർ ലാസ്റ്റ് സെറ്റ്. ബോയ് 1 2 നൈസ് 3 5 easy 6 7 light. Oh, easy. Oh, cool. Okay, 40. Yeah. Say 1 2 5. 2 more. Easy, what? Easy. One more. Easy. Light. Okay. Super. Let's go. So weight കുറയാൻ ചെയ്യാൻ നമുക്ക് റിസ്ക് കുറയാണ്. So that's why we have to do it little bit more stretch and maximum squeeze. Oh. Super. 3. Easy. 2 more. Last one. One more. Up. Nice. Easy. Let's go. Last. Easy. 2. Nice. Stretch. 3 4 5. Easy. See 2 more. Easy, 1 more. Up. Nice. Let's go for the last set of our triceps. Okay. 1. Stretch. Yes. 2. Stretch. 5. Stretch. 6. Stretch. 7. Stretch. 8. 21. Come on. Yes. Killer, guys. Close. Shoulder മുഖം വരണ്ട. Yes. Oh yes. Stretch. Yeah. 2 3. കണ്ടോ ഫസ്റ്റ് തന്നെ ആ ഒരു മാക്സിമം ഫെയിൽ ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ ഉണ്ടോ ഒരു പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇത് വരും, ടെൻഷൻ വരും. മറ്റേ നമ്മളൊരു 8 reps ആണെങ്കിൽ നമുക്ക് ഈ ഫീൽ കിട്ടൂല. യെസ് ഓക്കെ 3 4 5 ഓക്കെ 1 2 5 6 7 8 9 10. Okay. Yes. So last one. Let's go. Maximum stretch. Shoulder മുഖം വേണ്ട. Yes. ആ stretch one. 1 2 3 4 5. Yes. 1 അങ്ങോട്ട് പോകും. സ്ലോ ആയിട്ട് പുഷ് ചെയ്യാം.
അങ്ങോട്ട് പോകുമ്പോൾ സ്ലോ ആയി പുഷ് ചെയ്യാം, സ്ലോ ആയി പുഷ് ചെയ്യാം. അപ്പോഴാണ് ടെൻഷൻ കണ്ടോ, ടെൻഷൻ ഉണ്ടോ? സ്ലോ ആയി ഇങ്ങനെ പുഷ് ചെയ്ത് സ്ലോ സ്ലോ ആയി ആ ലെവല് പോടെ 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 അയ്യോ ഇത് വല്ലാത്ത ഫീലർ ആയിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ട്രൈസെപ്സിന്റെ സെക്കൻഡ് വർക്കൗട്ടിന് പോവാണ്. ഇത് പുഷ് ഡൗണും ഇവിടെ നിന്ന് ബെഞ്ച് ഇട്ടായിരുന്ന ബെഞ്ച് ഡിപ്സും കൂടെ സൂപ്പർ സെറ്റ് ആണ്. ബെഞ്ച് ഡിപ്സ് നമ്മുടെ ബോഡി വെയിറ്റ് തന്നെ. ഇത് ഈ ഒറ്റ ലോഡിൽ തന്നെയാണ് ലോഡ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ലോഡ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവും. ലെറ്റ്സ് ഗോ. ലേറ്റ് ആണല്ലോ. ലേറ്റാ 2 അടി 8 നമ്പർ പോകത്തില്ലേ? 3 7 8 super two more easy boy, easy Woo. up nice yes. അപ്പം തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, ആംസും ക്ലോസ് ആക്കി വെച്ചിട്ട് നമ്മൾ ഡിപ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെയിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മളെ ട്രൈസെപ്സ് ഫെറ്റീഗ് അയക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ ബോഡി വെയിറ്റ് ചെയ്യാണ്ട് കാൽ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെഗുമ്പോൾ സപ്പോർട്ട് തരും, നമുക്ക് ആ ഫുൾ ടെൻഷൻ കിട്ടില്ല. അപ്പോൾ സ്ട്രൈറ്റ് ആയി വെച്ചിട്ട് ഹീലും വന്നിട്ട് വേണം എടുക്കാൻ. നൈസ് 1 2 നൈസ് 5 6 super പോടാ 7 8 two more easy 1 പോടാ. നമുക്ക് നമ്മുടെ സൂപ്പർ സെറ്റിന്റെ ഫസ്റ്റ് സെറ്റ് ചെയ്യാം. 50 kg. ഓക്കെ 1 2 8 9 12 30 4 yeah. ഒരെണ്ണം പാർഷ്യലേ. ഗൈസ് നമുക്ക് സൂപ്പർ സെറ്റ്. ഓക്കെ അധികം വൈകിട്ടല്ല. 2 6 7 10 2 more ലാസ്റ്റ് ഓക്കെ 3 more രണ്ട് ഇത് കണ്ട, രണ്ട് ഇതും കിട്ടണ്ട, രണ്ട് ലോഡാവും. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ട്രൈസെപ്സിന്റെ ലാസ്റ്റ് സൂപ്പർ സെറ്റിലോട്ടാണ് പോകുന്ന. ലൈക്ക് ഇതുവരെ വളരെ ശരിയാണ്. മറ്റേ കിട്ടുന്നേറ്റ നമ്പർ ചോദിക്കത്തില്ലേ? അതെ 0 7 6 ഇതുവരെ വളരെ ശരിയാണ്. അതുകൊണ്ട് ഇതുവരെ വളരെ രസത്തിലാണ് പോകുന്നത്. ഞാൻ ട്രൈസെപ്സ് നമ്മൾ ചെയ്യുമെങ്കിലും നമ്മൾ ഇത്ര ഹെവി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും നമ്മൾ പറയല്ലോ, ഒരാൾ കൂടെ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി ഇത് വേറെ തന്നെയാണ്. ഇപ്പം ഒരാളല്ല, അത് 4 പേരാകുമ്പോഴത്തേക്കും അത് എനർജി ഡിഫറെന്റ് ആവും. കാരണം നമ്മുടെ മറ്റേ ബ്ലോഗെല്ലാം കണ്ടവർക്ക് അറിയാം, നമ്മൾ 4-5 പേര് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും മൊത്തം ഡെഡ്ലിയാണ്. ജിമ്മ് ഡമ്പല് മറ്റേ 40 ഡമ്പലൊക്കെ പറക്കുന്ന 20 കിലോ ഉരുളുന്ന് ആ മൂടാ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ ദ ഫൈനൽ സെറ്റ്. 60 കിട്ടോ? 60 ആണോ? 8 നമ്പർ അടിക്കാം. 8 നമ്പർ ഫെയിൽ ആവും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. 2 3 5 6 2 more. Last one more. Push. അത് മതി. ലെറ്റ്സ് ഗോ ഫോർ ദ സൂപ്പർ സെറ്റ്. ബാ Da. 4 8 come on. Last one. Yes. ഓ സെറ്റ് ചത്ത് ഗൈസ്. ഡ്രോപ്പ് പോയിന്റ്. ഇനി ഡ്രോപ്പ് ഉണ്ടോ?
കള്ളപ്പന്നി. മറ്റൊരു ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും എന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. കള്ളപ്പന്നി. നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പോവാ. ലെറ്റ്സ് ഗോ ഡ്രോപ്പ് സെറ്റ്. ഫെയിലിയർ തന്നെയാ. പോടാ. 1 നൈസ്, 2 3 4 5 സൂപ്പർ. പോട്ടെ 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 പോട്ടെ. Easy, one more. Nice, super. 1 2 3 super boy. 4 nice, easy. 5 easy. One more. Up. 1 2 nice. 3 4 3 easy. 2 nice support. Super. 60 ഇട്ട് നീ 55 ഇട്ട് 60 ഇടാം. Let's go guys. Pause. 1 2 3 5 ayo 6 come on 7 8 One more. 9 last one more up push yes 2 3 4 7 8 push last slow ചാടിച്ചടിക്കാം. ജിംഖാന. yeah 2 3 step 4 5 6 7 8 9 last give it everything. Yeah okay 1 2 1. ഗൈസ് നമ്മൾ നമ്മുടെ ട്രൈസെപ്സ് റാപ്പ് ചെയ്തു. ഇനി ബൈസെപ്സ് ഉള്ള ബൈസെപ്സിന് 2 സൂപ്പർ സെറ്റ് ഉള്ളൂ. അതാ 2 ഐറ്റം. സൂപ്പർ സെറ്റ് ഇല്ലല്ലോ. സൂപ്പർ സെറ്റ് ഇല്ല. ഓക്കെ, ബൈസെപ്സിന് ഒരു സ്പൈഡർ കേളും ഒരു ഹാമർ മൂവ്മെന്റും മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് സ്പൈഡർ കേൾസ് ചെയ്ത് തുടങ്ങാം. ബാ. എൽബോസ് ഒന്നും മൂവ് ചെയ്യാതെ ജസ്റ്റ് ആ ഫോർ ആംസ് മാത്രം ഉപയോഗിച്ചിട്ട് കേൾ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടുക. സൂപ്പർ. ശ്രേയസായിരുന്നു ഇപ്പൊ 2 തെറി പറഞ്ഞത്. ശ്രേയസ് തെറി വിളിയന. നമ്മൾ എവിടെ വീഡിയോ എടുത്താലും ശ്രേയസിനെ ഓർക്കും ഗൈസ്. 2 6 7 8 9 10 come on up hold slowly. Okay. എത്ര സെറ്റാണത്? 3 സെറ്റ് ചെയ്യാം. മൂന്നാമത്തെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? ലാസ്റ്റിക്ക് ഒരു ട്വിസ്റ്റ്. സം ചീറ്റ് ട്രിപ്സ്. എടാ എത്രേ? 8 easy. See, one more easy. Hold. 1 2 3 8 9
കില്ലർ കില്ലർ. മിക്കവാറും നാളെ പല്ലിങ്ങനെ തേക്കും. ചത്തു 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 ചത്തി ചത്തി പോട്ടാ പോട്ടാ. ഈസി ചുമോ ഈസി വന്നു അടി അടി. നീ എന്താ ഞാൻ ട്വിസ്റ്റ് എന്താ അറിയോ? ആ വെച്ചിട്ട് ആ ജസ്റ്റ് ഒന്ന് അനാവശ്യ പരിപാടി ഒന്നും കാണിക്കരുത്. ആ എന്തൊക്കെയാ ചെറുക്കൻ കൊല്ലൂടാ നീ. ഡ്രോപ്പ് സെറ്റ് നീ 5 kg എടുക്കണോന്ന്. അടി അടി അടിപൊളി. 2 3 സൂപ്പർ 4 5 9 ഈസി 10 2 3 4 5. വി ക്യാൻ ഡു ദിസ്. അതെ, ഒരു തെണ്ടിയുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് ലാസ്റ്റ് ഐറ്റം ചെയ്യാം. ലെറ്റ്സ് ഗോ. എൻ്റെ കൈയൊക്കെ ഇന്നലെ പുഷ് മൂവ്മെന്റ് ഷോൾഡറിന്റെ പുഷ് ചെയ്തിട്ട് ഓൾറെഡി കുറച്ച് ആക്ടിവേറ്റഡാ ബൈസെപ്സ്. ഞാൻ ചെസ്റ്റ് വരുന്നല്ലോ. ഓഫ് എല്ലാത്തിനും പുഷ് ചെയ്തിട്ട് 2 3 4 10 മറ്റേ ചെയ്യാം. 1 2 അയ്യോ 3 ചുമ അവിടെ ഉണ്ട് വരും. ഓക്കെ ഇവിടെ 1 2 3 4 Only okay. 1 2 ayo 3 ayo 4 last one come on okay you flex ya Sirna man. I'm done. Flex Ham done. Boom. മേലായി അയ്യോ. അപ്പോൾ ഗൈസ് നമ്മൾ ട്രൈസെപ്സും വാപ്പ് ചെയ്തു. ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടും കഴിഞ്ഞ് ബൈസെപ്സിന് കൂടുതൽ ട്രൈസെപ്സ് ഒന്നും പിടിക്കണ്ട കേട്ടാ. എനിക്കില്ലാത്ത സാധനം ഇവിടെ ആരും പിടിക്കണമെങ്കിൽ ഇഷ്ടമല്ല. അപ്പം നമുക്കിനി ബൈസെപ്സിന് ഒരു ഹാമർ മൂവ്മെൻറ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ റോപ്പിൽ ഹാമർ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. തീർത്തിട്ട് ഇവന്മാർക്ക് ട്രെയിൻ ഉണ്ട്. ഇവന്മാരെ വീട്ടിൽ പറഞ്ഞു വിടണം. അടുത്ത പരിപാടികൾ നോക്കണം. അപ്പം ലെറ്റ്സ് ക്വിക്ക്ലി റാപ്പ് ദ വർക്കൗട്ട്. ലെറ്റ്സ് ഗോ. കത്തട്ടെ ബോയ്. ചുമു നൈസ് നൈറ്റ് സപ്പോർട്ട്. ചെറിയ സപ്പോർട്ട് കേട്ടാ. ആ നൈസ്. കിളി പോകണം. പോയ കിളി പിടിച്ചാൽ കിട്ടരുത്. പോരാ ഇനി പൊങ്ങാണ്ട് സ്ക്വീസ് തരട്ടെ. ഫുൾ സ്ട്രെച്ച് താഴത്ത് പോട്ടെ. ഓക്കെ പൊക്കിയിട്ട് വൈഡ് ആവട്ടെ. ഇനി വൈഡ് ആവണ്ട. ഓക്കെ ആ വൈഡായിട്ട് പോട്ടെ. പാനക്ക് അങ്ങനെ വൈഡായി പോട്ടെ. യെസ് ഇനി പോണേ പോട്ടെ. ആമോ കുറച്ചുകൂടി വൈഡ്. സെറ്റ് വീണ്ടും ട്രൈസെപ്സ്. ലാസ്റ്റ് ഐറ്റം ലാസ്റ്റ് സെറ്റ് ഡ്രോപ്പ് സെറ്റാണ് ഹാമർ. ലെറ്റ്സ് ഗോ. പൊട്ടിക്ക്. 1 2 3 സൂപ്പർ. പൂച്ചക്കുട്ടി പോലെ വരട്ടെ. C20 പോ അടി. ഈസി ബോയ്. 2 3 2 easy one more അടി. 1 easy excuse 2 super 3 easy boy. one more ഇതും വെച്ച് കീഴടങ്ങി. ഇതാ എൻ്റെ രാജിക്കത്തുന്നു. സ്റ്റാർട്ട്. ഓക്കെ 1 2 squeeze 3
Full stretch. 7. 8. 2. Hold slowly. 1, 2. Up. 3. Yes. 6. Come on. 7. 8. 9. So, ini പൊക്കുമ്പോൾ no momentum, just the biceps. സാറേ പൊങ്ങനില്ല പൊങ്ങനില്ലെന്ന് വെച്ചിട്ട് പറയല്ലേ. ആ സ്പീഡ് വേണ്ട പൊങ്ങുമ്പോൾ. ഓക്കെ, യെസ്. 3 സെക്കൻഡ് എടുത്താൽ 1 സ്മോൾ small. Yes. Okay. 1, 2, 3. Yeah. Down. 1, 2, 3. Down. What? 1, 2, 3. Down. ഒന്നും കിട്ടോ പിന്നെ നമുക്ക് സ്പീഡിലാക്കാം. പിന്നെ സ്പീഡിലാക്കാം. നല്ല പോട്ടെ. അയ്യോ. 1. ഓക്കെ, ഇനി സ്പീഡ് പോട്ടെ. ഇനി യൂസ് ചെയ്തിട്ട് പം 7, 8, 9, 10. യെസ്. ആക്കിയിട്ട് യെസ്. ഹോൾഡ്. അയ്യോ. പം. ഇളമൈ കാതൽ. യെസ്. റിലേ പോന്ന് ശിവനെ ഇതേജില്ല. So we are done with our workout. സോ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ആംസ് ഡേ വർക്കൗട്ട് റാപ്പ് ചെയ്തു. ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ആംസ് ട്രെയിൻ ചെയ്യും, പക്ഷെ ഇത്രയും ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്യാത്ത ഒരാളായിരുന്നു. ലൈക്ക് ഇപ്പം ഇവൻ്റെ സ്പ്ലിറ്റ് കൊള്ളാം, കാരണം ഇവൻ്റെ ഡോമിനൻറ്റ് സൈഡ് ആംസ് ആയതുകൊണ്ട് തന്നെ ഇവനതെങ്ങനെ എഫക്റ്റീവായിട്ട് ട്രെയിൻ ചെയ്യണമെന്നറിയാം. അപ്പം എൻ്റെ കൂടെ നീ ഷോൾഡർ ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രസത്തിൽ ഈ ഷോൾഡർ വർക്കൗട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം എൻ്റെ നെക്സ്റ്റ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മസിൽ ഗ്രൂപ്പ് ഷോൾഡറും അതുപോലെ അപ്പർ ചെസ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഷോൾഡർ വർക്കൗട്ടായിട്ട് കൂടാം. ഈ സമയത്ത് ആംസിൻ്റെ വർക്കൗട്ട് എനിക്ക് നത്തിങ് ടു സേ ഭയങ്കര കില്ലറായിരുന്നു. രക്ഷയില്ല. ഉഷാർ. നിനക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ കൂടെ ചെയ്തിട്ട്? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്ക് ഹാർഡായി ട്രെയിൻ ചെയ്യാൻ കഴിയില്ല നമുക്ക്. കാരണം ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും കഴിയില്ല. പക്ഷേ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യുന്നവൻ പോയിട്ട് ആരുടെങ്കിലും കൂടെ ചെയ്യാനല്ല പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിന്റെ വൈബിനും നിന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു പാർട്ട്ണർ, അതാണ് നമുക്ക് വേണ്ട. നമ്മളെപ്പോഴും പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ചൂസ് ചെയ്യാവുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നിന്നെക്കാട്ടിലും പാഷൻ, ഈ ചെയ്യുന്ന കാര്യത്തിനോട് നിന്നെക്കാട്ടിലും പാഷനുള്ള ഒരാളെ മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ അവനും ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ, നിനക്കും ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ രണ്ടുപേരും പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുത്തൻ മടുത്തിരിക്കുകയാണെങ്കിൽ അപ്പുറത്തോ ഓപ്പോസിറ്റുള്ള ആൾ നെഗറ്റീവായിട്ട് മടുക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സെയിം മൈൻഡ് സെറ്റ്, വെട്ടൊന്ന് മുറി കണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാരെ ചൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു അതാണ് കാരണം. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നെക്കാട്ടിലും ബെറ്റർ, ഇപ്പം എന്നെക്കാട്ടിലും നമ്മൾ എന്തുണ്ടെങ്കിലും ലൈക്ക് ഇപ്പം ആൾക്കാരുടെ വലിപ്പച്ചെറുപ്പോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും അല്ല കാര്യം, എക്സ്പീരിയൻസും ചെയ്തിട്ടുള്ള ശീലവും. അപ്പം ഇവൻ എപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഇവൻ ചെയ്തു തുടങ്ങിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ട്. ലൈക്ക് അപ്പം ഞാനിപ്പം എല്ലാവരോടും പറയും ഞാൻ ഭയങ്കര താമസിച്ച് വന്ന ആളാണ് കോണ്ടന്റ് ക്രിയേഷനിലോട്ട്. ആ സമയം കൊണ്ട് ഇവരൊക്കെ 3-4 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എപ്പോഴും ആ റെസ്പെക്റ്റ് എനിക്ക് ഇവനോടുണ്ട്. യങ് ഏജിൽ പിള്ളേർ വർക്ക് ചെയ്യുന്നത്. സോ അപ്പം ഐ എം സോ ഹാപ്പി ഫോർ ദിസ് കിഡ്സ് ഒന്നും പറഞ്ഞാൽ പോരാ. അപ്പോൾ സോ ഹാപ്പി. അപ്പം നമുക്കൊരു സ്കൂപ്പ് ക്രിയേറ്റീവ് കൂടെ എടുത്തിട്ട് നീ ഇങ്ങനെ പോസ്റ്റ് വർക്കൗട്ട് ക്രിയേറ്റിന് എടുക്കൽ ഓക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ക്രിയേറ്റിൻ്റെ സിട്രസ് ഫ്ലേവർ കുടിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ബെറ്റ് ചെയ്യാം ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഫ്ലേവർ മാർക്കറ്റിലില്ല ക്രിയാറ്റിൻ്റെ. അപ്പം പിന്നെയും ഇവൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ല. ഇപ്പം ഇവൻ മലപ്പുറത്തുനിന്ന് ഓൾ ദ വേ ഫ്രം മലപ്പുറം നമ്മളെ കാണാൻ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് വന്നതാണ്. സോ അപ്പം അതിൻ്റെ ആവശ്യം മിസ്സായി. അതെ, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് പാർട്ടി കണ്ടിപ്പാ മിസ്സാവാതെ എയിമിലെത്താൻ പറ്റുമേ. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ ട്രിപ്പിൽ വിട്ടുപോയി, അങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പം എന്തായാലും നമ്മൾ കോമ്പറ്റീഷൻ സ്റ്റോപ്പ് ചെയ്ത് അതായത് നമ്മൾ റിയൽ ബൾക്കിങ്ങൾക്ക് തിരിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ടൈമുണ്ട്, നമുക്ക് അങ്ങനെ
ഡയറ്റോ അങ്ങനത്തെ ഒരു ഇതില്ല, അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഫ്രീ ആയി കണ്ട് ബാക്കി ആൾക്കാരെ കാണുക, ബാക്കി ആൾക്കാർക്ക് എക്സ്പീരിയൻസ് എടുക്കുക, അത് നമ്മളെ ഇതിൽ ട്രെയിനിങ്ങിൽ അപ്ലൈ ചെയ്യുക. സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത്. നമ്മൾ ഈഗോ അടിച്ചോ വാശി പിടിച്ചൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ ബെറ്റർ ആവും. നമ്മളാണ് മെയിൻ എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട്. അല്ലാതെ മറ്റുള്ളവരോട് നമ്മളാണ് മെയിൻ എന്നുള്ള ചാട കാണിച്ചിട്ടൊരു കാര്യമില്ല. കാരണം അത് നമ്മുടെ ഡൗൺ ഗ്രാഫിലേക്കേ പോകുള്ളൂ. അപ്പം ഓരോരിടത്തു നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതെ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പലർക്കും അറിയുണ്ടാവും. അപ്പം അത് നമ്മൾ ശരിക്ക് ലിസൺ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ അത് കിട്ടൂല. നമുക്ക് വളരെ വലിയൊരു ലോസാണ്. കാരണം നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ സൊസൈറ്റിയിൽ നമുക്ക് ആരും ഒന്നും കൊണ്ടു തരത്തില്ല. നമുക്ക് എന്ത് വേണോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പണിയെടുത്ത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 100-ൽ ഒരാൾക്കൊക്കെ മാത്രമേ ആ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം ഉറങ്ങി കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഒരു ഓഫർ വന്നു എന്നൊക്കെ വരുള്ളൂ. ബാക്കി 99 പേരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെ പണിയെടുക്കണം. ഭാഗ്യമില്ല എന്നല്ല, ഓരോ ഭാഗ്യമുണ്ട്. പക്ഷെ ആ ഭാഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് ആ ലെഗ് ഫാക്ടറും കൂടെ വരത്തുള്ളൂ. ഈ ടേസ്റ്റ് നോക്കി പറഞ്ഞില്ലേ, ഇത് അതിന്റെ അത്രയും പവർ ഇല്ല, പക്ഷെ കറക്റ്റ് ഒരു നാരങ്ങ വെള്ളത്തിന്റെ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബ്രോ, അപ്പം താങ്ക് യു ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ വർക്കിംഗ് ഔട്ട്. എന്നെ പണിയെടുപ്പിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് ആംസ് എപ്പോഴും ഇവൻ്റെ കൂടെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അപ്പം ആദ്യം ബേസിക്കലി നമുക്കൊരു വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും നമ്മൾ സക്സസ് ആക്കി, നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 73 ആയി സബ്സ്ക്രൈബേഴ്സ്, 73K. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അടുത്ത് സൂൺ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പണിക്ക് നിങ്ങളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് ഫ്രം യുവർ സൈഡ് ആൻഡ് മൈ സൈഡ്. സോ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരുടെയും കമൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലി റോക്സിനെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും പല അത്ലീറ്റ്സുമായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എല്ലാം നല്ലതിന് ഉഷാറായിട്ട് പോട്ടെ. അപ്പോൾ അൺടിൽ ദെൻ, ദിസ് ഇസ് ഗോകുൽ സൈനിങ് ഓഫ്. ദിസ് ഇസ് അലി റോക്സ്. പറടാ, സൈനിങ് ഓഫ്, അലി റോക്സ്. ഓക്കെ, ഹാപ്പി ലിഫ്റ്റിംഗ്. ടാറ്റ.